KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമ്പറമ്പിൽ കൂടി ചേരുന്നുണ്ട്. അമൽ, KPCCയിൽ എന്താണ് ഇപ്പോഴത്തെ അന്തരീക്ഷം? ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീതി അവിടെയുണ്ടോ? പ്രഖ്യാപനം ഉണ്ടായാൽ എങ്ങനെ? ഇപ്പോൾ KPCC ആസ്ഥാനത്ത് കാര്യങ്ങൾ പ്രത്യേകിച്ച് ചലനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആളും ആരവും ഒക്കെ ഒഴിഞ്ഞ KPCC ആസ്ഥാനമാണ്. KPCC ആസ്ഥാനത്തിന് മുന്നിൽ നിരത്തി ഫ്ലക്സുകൾ ഉണ്ടായിരുന്നു നേതാക്കന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്. അത് കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിൻ്റെ കരിയോയിൽ ഒഴിച്ച ഫ്ലക്സ് അടക്കം ഇവിടെ നിന്നും നീക്കം ചെയ്ത് അകത്തേക്ക് ഈ KPCC ഓഫീസിനകത്തേക്ക് മാറ്റിയിരുന്നു. ആ മാറ്റിയ സ്ഥലത്തേക്ക് ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഈ KPCC ആസ്ഥാനത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഹോട്ടലിന് തൊട്ട് മുന്നിലായുള്ള പോസ്റ്റിൽ ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നു. KC വേണുഗോപാലും ഉമ്മൻചാണ്ടിയും ഒരുമിച്ചുള്ള ഫ്ലക്സ്. ആ ഫ്ലക്സ് ആ പോസ്റ്റിൽ നിന്നും നേരെ എടുത്ത് KPCC ഓഫീസിൻ്റെ മതിലിലേക്ക് തന്നെ വീണ്ടും ചാരിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അതുണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരമാകുമ്പോൾ KPCC ഓഫീസിൻ്റെ മതിലിലേക്ക് എത്തുകയാണ് KCയുടെയും ഉമ്മൻചാണ്ടിയുടെയും ചിത്രമുള്ള ആ ഫ്ലക്സ്. ഇതുപോലെയുള്ളൊരു ഫ്ലക്സാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ VD സതീശൻ അനുകൂലികൾ കീറിക്കളഞ്ഞത്. അതിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രം കൂടി കീറിയതിൽ കടുത്ത അമർഷം A ഗ്രൂപ്പ് സംവിധാനത്തിനുണ്ട്. ചാണ്ടി അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ്, അതോടൊപ്പം തന്നെ K സുധാകരന് ചിത്രമുള്ള ഫ്ലക്സ്, ഇത് രണ്ടും ഇന്നലെ VD സതീശൻ അനുകൂലികൾ കീറിയിരുന്നു. അതാണ് ഇപ്പോൾ ഈ ഫ്ലക്സ് എത്തി എന്നതിനപ്പുറത്തേക്ക് പുതിയതായ ഒരു കാര്യവും KPCC ഓഫീസിൽ ഇപ്പോൾ സംഭവിക്കുന്നില്ല. ആളുകളാണെങ്കിൽ ഇവിടെ ഉള്ള ജീവനക്കാർ മാത്രമാണ്. KPCC ഓഫീസിലെ ജീവനക്കാരും ഒന്നോ രണ്ടോ പ്രവർത്തകരും, അതും പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നുമില്ല. ഇതുവരെയും അങ്ങനെ കണ്ടുപരിചയമുള്ള നേതാക്കൾ ആരും തന്നെ ഇവിടെ ഇല്ല ഓഫീസിനകത്ത്. ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായാൽ ഇവിടേക്ക് ആളുകൾ എത്തുമോ എന്നുള്ളത് മാത്രമാണ് കണ്ടറിയേണ്ടത്. അത് ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്കിപ്പോൾ ഒരു വ്യക്തതയില്ല. എന്തായാലും 3 പേരുകൾ കേന്ദ്രീകരിച്ചുള്ള സജീവ ചർച്ചകൾ നടക്കുമ്പോൾ 3 കൂട്ടരും ഒരുപോലെ തന്നെ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. ആ പ്രതീക്ഷ ഏതെങ്കിലും തരത്തിൽ തെറ്റിയാൽ, ഏതെങ്കിലും വിഭാഗത്തിന് ഒരു അതൃപ്തിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇന്നലെ കണ്ടതിന് സമാനമായ പരസ്യ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുണ്ടാകുമോ എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യം. ആ ഒരു കാര്യമാണ് നേതൃത്വത്തെ കൊണ്ട് വേഗത്തിലൊരു തീരുമാനം എടുപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. അല്ലെങ്കിൽ 10-ാം തീയതിക്ക് മുന്നോടിയായി 8, 9, 10 ഈ തീയതിക്കുള്ളിൽ ഉറപ്പായും പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള കാര്യം നേരത്തെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അതിലേക്ക് നാളെ കൊണ്ട് അവസാനിക്കുകയാണ് ആ പറഞ്ഞ സമയപരിധി. അതിനുള്ളിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. KPCC ആസ്ഥാനം നിലവിൽ എന്തായാലും നിശബ്ദമാണ്. ഇനിയിപ്പോൾ ഒരു പ്രഖ്യാപനം വന്നാൽ എന്താകും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കും.